ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹ വന്ദനത്തെ ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർഗത്തിൻ്റെ അവസ്ഥകളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇപ്പോൾ മരിക്കുന്ന വിശുദ്ധന്മാരുടെയും അപ്പോൾ തന്നെ ദുഷ്ടന്മാരുടെയും ആത്മാക്കൾക്ക് ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നത് തിരുവചനാടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളിൽ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു എന്ന് അവിടെ പറയുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തന്നെ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ അതിന്റെ 8-9 വാക്യങ്ങളിൽ അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്നും വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിന് മീതെ കയറിയവനും ആകുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ വിശ്വാസി മരിക്കുമ്പോൾ ഭൂമിയുടെ അധോഭാഗങ്ങളിൽ പിശാചിന്റെ അടിമത്വത്തിൽ ആയിരിക്കുന്നില്ല എന്നത് ഈ വാക്യങ്ങളിൽ വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പിന്നെയോ അവൻ ഉടനടി സ്വർഗത്തിലേക്ക് പോകുകയും അവിടെ മരിച്ചവരുടെ പുനരുത്ഥാനത്തിനായി കാത്തിരിക്കുകയും ചെയ്യുന്നു എന്നതാണ്. 2 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ അവിടെ ഇപ്രകാരം പറയുന്നു: ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിക്കുവാൻ അധികം ഇഷ്ടപ്പെടുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോൾ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ ക്രിസ്തുവിന്റെ പക്കലാണ് എന്നത് വെളിപ്പാട് പുസ്തകം 1:8 നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ട്. ഭൂമിയുടെ അടിയിലുള്ള പർദീസ ഇപ്പോൾ ശൂന്യമാണ്. എന്നാൽ പാതാളത്തിലെ യാതനാസ്ഥലം ഓരോ ദിവസവും അത് കൂടുതൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സഹസ്രാബ്ദ വാഴ്ചയുടെ അന്ത്യത്തില് പാതാളം ആ ദേഹികളെയും ശവക്കല്ലറകള് അതിലുള്ള ശരീരങ്ങളെയും വിട്ടുകൊടുക്കും വരെ യാതനാസ്ഥലം അവരെ പിടിച്ചുകൊണ്ടിരിക്കും, അഥവാ പിടിച്ച് വെച്ചുകൊണ്ടിരിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതിനുശേഷം ദുഷ്ടന്മാരുടെ ശരീരങ്ങളും പ്രാണനും ആത്മാക്കളും നിത്യമായ നരകത്തിലേക്ക് അത് തള്ളപ്പെടുകയും ചെയ്യും. അതാണ് വെളിപ്പാട് പുസ്തകം 20:11 തൊട്ട് 15 വരെയുള്ളതായ ഭാഗങ്ങൾ വ്യക്തമാക്കുന്നത് അപ്രകാരമാണ്. അപ്പോൾ ക്രിസ്തുവിന്റെ മരണത്തിന് മുൻപ്, ക്രിസ്തുവിന്റെ മരണം കഴിഞ്ഞ് പുനരുത്ഥാനത്തിന് മുമ്പ് വരെ ഉണ്ടായിരുന്ന വിശുദ്ധന്മാരുടെ ശരീരവും ആ പാതാളത്തിലേക്ക് അഥവാ ആ അപ്രകാരമുള്ള അവസ്ഥയിലേക്ക് പോയിരുന്നു. എന്നാൽ ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷമായിട്ട് ബദ്ധന്മാരെ പിടിച്ച് ഉയരത്തിലേക്ക് കൊണ്ടുപോയി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. അപ്പോൾ ഇപ്പോൾ ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാരുടെ ആത്മാക്കൾ സ്വർഗത്തിൽ ക്രിസ്തുവിനോട് ചേർന്ന് വസിക്കുന്നു. എന്നാൽ കർത്താവിന്റെ മടങ്ങി വരവില് ശരീരം കൂടി ഉയർപ്പിച്ച് പൂർണ്ണമായ നിലയിൽ ആയിരിക്കും എന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തന്നെ പാപികളുടെ ശരീരം അധമ പാതാളത്തിൽ അഥവാ യാതനാ സ്ഥലത്ത് അത് ദണ്ഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. വെള്ളസിംഹാസന വിധിക്ക് ശേഷമായിട്ട് അവരുടെയും ശരീരത്തെ കൂട്ടിവരുത്തി നിത്യനരകത്തിലേക്ക് ദേഹവും ദേഹിയും തള്ളപ്പെടുന്ന അനുഭവമാണ് ദുഷ്ടനെ സംബന്ധിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇതാണ്
ഒരു വിശുദ്ധനും ദുഷ്ടനും തമ്മിലുള്ളതായ മരണത്തിൽ സംഭവിക്കുന്നതാകുന്ന വ്യത്യാസം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതെ, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മരണത്തിൽ അവന് വലിയ പ്രത്യാശയാണ് കാണുവാനായിട്ട് കഴിയുന്നത്. ആ പ്രത്യാശയിൽ നമുക്കായിരിക്കാം. കർത്താവ് സഹായിക്കുമാറാകട്ടെ. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുശസ്സയോർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുശസ്സയോർക്കും തോറും രമ്യം. ക്ഷണത്തിൽ നമ്മെ അക്ഷയരാക്കിയിടും. കഷ്ടതയിൽ പങ്കു